പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ നിങ്ങൾക്കൊരു പ്രതി അറസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ. അയൽവാസിയായിരിക്കുന്ന SFI നേതാവ്, ഏരിയ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പർ, SFIയുടെ പുന്നല സ്കൂളിന്റെ മുൻ ചെയർമാൻ നിസാം സിസാർ എന്ന് പറയുന്ന ഒരു കാബാലികൻ ആ കുട്ടിയെ പിച്ച് ചീന്തിയതിനു ശേഷം 6 മാസം ഗർഭിണിയായിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്തൊരു ഗതികെട്ട കാലമാണെന്ന് ഓർക്കണം. സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി സുഹൃത്തിനോടൊപ്പം കടന്നു പോകുന്ന വിദ്യാർത്ഥികളാണ് ഈ പീഡനത്തിന് ഇരയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരവസ്ഥ. ഈ പറയുന്ന പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളുമായി, അച്ഛനോടും അമ്മയോടും അടക്കമുള്ള രക്ഷകർത്താക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം വളരെയേറെ ഞെട്ടലും ഭീതിയും ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന പെൺകുട്ടിയോട് മാത്രമല്ല, നിരവധിയായ വിദ്യാർത്ഥിനികളോട് ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി, പ്രവണതയുമായി ഈ SFIയുടെ നേതാവ് മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിന്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളടക്കം, അതിന്റെയൊക്കെ രേഖകളടക്കം ഇവന്റെ ഫോണിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഗൗരവപരമായ ആരോപണമാണ് രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്നത്. പോക്സോ കേസ് പ്രതിയായ 17 വയസ്സുകാരി 6 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി ഇന്ന് അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിൽ കൊല്ലത്ത് കിടക്കുകയാണ്. ആ പ്രതിയായിരിക്കുന്നവൻ ഇന്ന് കയ്യും കെട്ടി തന്റെ രക്ഷകർത്താക്കളോടൊപ്പം വീട്ടിൽ സുഖിച്ചിരുന്ന് ഫേസ്ബുക്കിൽ നിന്ന് റീൽസ് കാണുന്ന ഒരു ഗതികെട്ട കാലത്തിലൂടെയാണ് ഈ വർത്തമാന കാലഘട്ടം മുമ്പോട്ട് പോകുന്നത് എന്ന് വേദനാജനകമായ അവസ്ഥയിലാണ് ഈ പ്രതിഷേധ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് വന്നത്. പ്രിയമുള്ളവരെ, ഇത് കേട്ടുകേഴ്വിയില്ലാത്തൊരവസ്ഥയല്ലേ? 18 വയസ്സ് പൂർത്തിയായ SFIയുടെ ഏരിയ കമ്മിറ്റി, ഏരിയ സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻ സ്കൂൾ ചെയർമാൻ ആയിരിക്കുന്ന നിസാം എന്ന് പറയുന്നവൻ ഇന്ന് പോലീസ് സംരക്ഷണതയിൽ ഇവിടുത്തെ CPMന്റെ ആളുകളുടെ, CPM ഭരണ സംവിധാനത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായി പോലീസ് വഴങ്ങിക്കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇട്ടുകൊണ്ടാണ് കേസുമായി മുമ്പോട്ട് പോകുന്നത്. 18 വയസ്സ് തികയാത്ത സമയത്താണ് ഈ സംഭവം, കുറ്റകൃത്യം നടന്നതെന്ന് പറയുന്നു. അതിനുശേഷവും ഈ മാർച്ച് മാസം അവന് 18 വയസ്സ് കഴിഞ്ഞു. അതിനുശേഷവും ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നമുക്കറിയാൻ സാധിച്ചത്. ആ കുട്ടി മാത്രമല്ല, നിരവധിയായ കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും അവന്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പോലീസ് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് രക്ഷകർത്താക്കളുടെ ഭാഗത്ത് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രത്തോളം കുറ്റകൃത്യമുള്ള അവന്റെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഇതുപോലെ സമാനമായ കേസുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. 18 വയസ്സ് തികയാത്തതിന്റെ പേരിൽ മാത്രം അവനെ പറഞ്ഞു വിട്ടാണ്. സ്വന്തം വീട്ടിൽ നിന്നും വളകൾ മോട്ടിച്ചുകൊണ്ട് കേസുമായി സ്വന്തം രക്ഷകർത്താക്കൾ തന്നെ ഇവിടെ ഒരു സാഹചര്യം ഉണ്ടായി. വിദ്യാർത്ഥികളുടെ മാലയും വളയും വാങ്ങിച്ച് പണയം വെക്കുന്ന സാഹചര്യം ഉണ്ടായി. വിദ്യാർത്ഥികളെ പ്രേമം നടിച്ച് പീഡിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന നിരവധിയായ പരാതികൾ ഈ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇത്രത്തോളം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ചെറുപ്പക്കാരനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനാപുരം പോലീസ് സംരക്ഷിച്ചതെന്ന് ഇന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനോട്, പത്തനാപുരത്തെ പോലീസ് സംവിധാനത്തോട് നമുക്ക് ബഹുമാനം ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരിക്കലും അത്തരത്തിലേക്കുള്ള നടപടിയുമായി പോകില്ല എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ പേരിലാണ് സംഭവം ഉണ്ടായി. 2 ദിവസം കേസ് വെയിറ്റ് ചെയ്തത്. കൃത്യമായി പോലീസ് സംവിധാനം അതിന്റെ നടപടിയുമായി മുമ്പോട്ട് പോകുമെങ്കിൽ അനാവശ്യ പ്രക്ഷോഭത്തിന്റെ ആവശ്യമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ജുവനൈൽ ജസ്റ്റിസിന്റെ മുമ്പിൽ കൊണ്ടുപോയി അവനെ രക്ഷകർത്താക്കളോടൊപ്പം പോലീസുകാർ തിരിച്ച് സ്റ്റേഷനിൽ വരുന്നതിന് മുമ്പ് തന്നെ അവനെ പറഞ്ഞ് വീട്ടുവിട്ടത് എന്നുള്ള ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങളൊരു കാര്യം പറയാൻ തയ്യാറാകുകയാണ്. പോലീസിന്റെ കണ്ണ് എത്രത്തോളം അടച്ചു വെക്കുവാൻ തയ്യാറായാലും, ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ കണ്ണ് എത്രത്തോളം അടച്ചു വെക്കുവാൻ തയ്യാറായാലും, ഈ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് ഗർഭിണിയാക്കിയ ഈ സാമൂഹ്യ വിരുദ്ധരെ പുറത്തിറങ്ങി നടക്കുവാൻ KSU അനുവദിക്കുകയില്ല എന്ന് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുവാൻ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പോലീസിനോട് കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായി പറയട്ടെ. ഇന്ന് വിദ്യാഭ്യാസം നടത്തി ഇവിടെ ഞങ്ങളുടെ പ്രതിഷേധ പ്രവർത്തനമായി ഇറങ്ങി നടക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെ ഈ സമരം പൊളിക്കുവാൻ വേണ്ടി ഇന്ന് പോലീസ് അടക്കമുള്ള മാനേജ്മെന്റ് അംഗങ്ങളടക്കമുള്ളവർ ഇന്ന് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. KSUവിന്റെ പത്തനാപുരത്തെ KSU ശക്തി
നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പത്തനാപുരത്തെ KSU നല്ല ഊർജ്ജവുമുള്ള നേതാക്കന്മാരുടെ പ്രതിഷേധ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രദേശമാണ്. KSUവിന്റെ കരുത്തിനെ നിങ്ങൾ വെല്ലുവിളിക്കുവാൻ തയ്യാറാകരുത്. വരും ദിവസങ്ങളിൽ ശക്തമായ സമര പോരാട്ടത്തിന് പത്തനാപുരം സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, വിദ്യാർത്ഥികൾ പത്തനാപുരത്ത് തന്നെയുണ്ട്. വിദ്യാർത്ഥി നേതാക്കൾ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി വരും ദിവസങ്ങളിൽ ശക്തമായ സമര പോരാട്ടത്തിന് പത്തനാപുരത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.